ഹായ് ഓൾ. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണണേ. ഭയങ്കരമായൊരു ട്വിസ്റ്റ് അവസാനത്തിലുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ റെഡിയാക്കാൻ പോകുന്ന സാധനത്തിൻ്റെ പേരാണ് മാംഗോ മിൽക്ക് പുഡിംഗ്. അപ്പോൾ സംഭവം വലിയ പേരൊക്കെ ആണെങ്കിലും അത്ര വലിയ കാര്യമൊന്നുമില്ല. ഫസ്റ്റ് തന്നെ നല്ലൊരു മൂവാണ്ടൻ മാങ്ങ, മൂവാണ്ടൻ തന്നെ. അപ്പോൾ അതിനെ ഇങ്ങനെ നടുവരഞ്ഞിട്ട് മുറിച്ചെടുത്തിട്ട് കൊണ്ട് ഇനി കറക്റ്റ് കിട്ടുമെന്ന് ഭയങ്കര ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കറക്റ്റ് കിട്ടിയപ്പോൾ ഭയങ്കര പൊലിവായിട്ട്. അപ്പോൾ മാങ്ങയൊക്കെ കറക്റ്റ് റൗണ്ടായിട്ട് കിടന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗത്തേക്ക് കുറച്ച് പാൽപ്പൊടി, കുറച്ച് പഞ്ചസാര, പിന്നെ കുറച്ച് ബൂസ്റ്റ് പൊടി, ഇതൊക്കെ പാടിട്ട് നല്ലോണം ഇളക്കിയിട്ട് മിക്സ് ആക്കുക കേട്ടോ. നല്ലോണം ഇളക്കി മിക്സ് ആയിക്കോളി, വേറെ പണിയൊന്നുമില്ലല്ലോ. അങ്ങോട്ട് ഇളക്കി. കണ്ടില്ലേ, ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ചേച്ചി അങ്ങനെ ചിന്തിക്കരുത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയത് കേട്ടോ. അടിപൊളി, ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആയിരുന്നു. ഒരു എന്താ പറയുക, നമ്മുടെ മാമ്പഴ ജ്യൂസിൻ്റെയൊക്കെ അതിൽ പാൽപ്പൊടിയും പഞ്ചസാരയും ബൂസ്റ്റൊക്കെ ഇട്ട് എങ്ങനെ ഏകദേശം അതുപോലെയൊക്കെ തന്നെ. അപ്പോൾ മറ്റേതൊന്നും കുറച്ച് കഷ്ണമൊക്കെ എടുത്തിട്ട് ഞാൻ അതൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ സാധനം നേരെ ഫ്രിഡ്ജിൽ കൊണ്ട് വെക്കാം. അപ്പോൾ കുറച്ച് ഡെക്കറേഷന് വേണ്ടി കുറച്ചും കൂടി ബൂസ്റ്റ് പൊടിയൊക്കെ വിതറി കൊടുക്കാം. എന്നിട്ട് നേരെ നമുക്ക് ഫ്രിഡ്ജിൽ കൊണ്ടുപോയി കയറ്റിയേക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കണ്ടാവും ഇതിലിപ്പോൾ എവിടെയാണ് ടെസ്റ്റ് ചെയ്യുന്നത്. ടെസ്റ്റ് ഇപ്പോഴല്ല, ടെസ്റ്റ് ലാസ്റ്റ് അല്ലേ, വെയിറ്റ് ആൻഡ് വാച്ച്. അപ്പോൾ സംഭവം നേരെ ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. നാളെ രാവിലെ എടുത്ത് നോക്കാം. കണ്ടില്ലേ, ഇതന്നെയാണ് ഇതിൻ്റെ ടെസ്റ്റ്. നാളെ രാവിലെ എടുത്ത് നോക്കിയപ്പോൾ ഉള്ള അവസ്ഥയാണിത്. അയ്യോ, വായിൽ വെക്കാൻ കൊള്ളില്ല. ഇന്നലെ വല്ലതും കഴിച്ചാൽ മതിയായിരുന്നു. ഇന്നലെ പിന്നെയും നല്ല ടേസ്റ്റ് ഉണ്ടായി. ഇതിപ്പോൾ ഒരുമാതിരി വെള്ളമൊഴിച്ചിട്ട് ചേച്ചി ഭക്ഷണമല്ലേ, നമ്മളതിന് കൂടുതൽ ഇങ്ങനെയൊന്നും പറയാൻ പാടില്ലല്ലോ. അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും ദീർഘിപ്പിക്കുന്നില്ല. അപ്പോൾ ഇന്നത്തെ ഇത്ര തന്നെ ഉള്ളൂ.